ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് കണ്ണുനീർ മായ്ച്ച കാരുണ്യം. എങ്കിൽ കഥയിലേക്ക് പോകാം. ഒരു കൊച്ചു ഗ്രാമത്തിൽ രാഘവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയവും മകൾ അന്നായും താമസിച്ചിരുന്നു. രാഘവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ദിവസവും ജോലിക്ക് പോവുകയും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. പക്ഷേ മദ്യപാനം അയാളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. പണിയെടുത്ത് കിട്ടുന്ന തുക മുഴുവൻ മദ്യശാലയിൽ തീർക്കുമായിരുന്നു രാഘവൻ. വൈകുന്നേരത്തെ പണി കഴിഞ്ഞാൽ നേരെ മദ്യശാലയിലോട്ട് പോകും. അവിടെ ഇരുന്ന് മൂക്കുമുറ്റെ കുടിക്കും. വീട്ടിലെത്തിയാലോ മറിയത്തെ ഉപദ്രവിക്കുന്നത് പതിവായി മാറുകയും ചെയ്തു. അന്നയുടെ പഠനവും വീട്ടുചെലവുകളും മറിയം മറ്റുള്ളവരുടെ വീടുകളിൽ പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നടത്തിയിരുന്നത്. ഒരു ദിവസം അന്നയ്ക്ക് സ്കൂളിൽ വലിയൊരു തുക ഫീസായി അടയ്ക്കേണ്ടി വന്നു. മറിയം കഷ്ടപ്പെട്ട് സ്വരൂപിച്ചു വെച്ചിരുന്ന പണം രാഘവൻ മദ്യം വാങ്ങാനായി ബലമായി തട്ടിയെടുത്തു. അന്ന കരഞ്ഞുകൊണ്ട് അപ്പൻ്റെ കാല് പിടിച്ചെങ്കിലും അയാൾ അവരെ തള്ളിമാറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയി. ആ രാത്രി മറിയവും അന്നയും നിറഞ്ഞ കണ്ണുകളോടെ വീടിൻ്റെ മൂലയിലിരുന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്നതായിരുന്നു അവരുടെ ഏക ഒരു അപേക്ഷ. അന്ന് രാത്രി പതിവ് പോലെ മദ്യപിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിയ രാഘവൻ വഴിയിൽ വെച്ച് കുഴഞ്ഞു വീണു. മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. ആരും സഹായത്തിനില്ലാതെ ആ വിജനമായ വഴിയിൽ അയാൾ മരണത്തെ മുഖാമുഖം കണ്ടു. എന്നാൽ പെട്ടെന്ന് എവിടെ നിന്നോ വന്ന ഒരു അപരിചിതൻ അയാളെ താങ്ങി പതുക്കെ എഴുന്നേൽപ്പിച്ചു. ആ മനുഷ്യന്റെ മുഖത്ത് അസാധാരണമായ ഒരു പ്രകാശവും ഉണ്ടായിരുന്നു. അദ്ദേഹം രാഘവനെ വീട്ടിലെത്തിച്ചു. വീടിന്റെ വാതിക്കലെത്തിയപ്പോൾ ആ അപരിചിതൻ രാഘവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീർ എൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തുന്നു. ഈ മദ്യം നിനക്ക് നൽകുന്നത് നാശം മാത്രമാണ്. എന്നാൽ നിന്റെ കുടുംബം നിനക്ക് നൽകുന്നതോ സ്വർഗമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മറഞ്ഞു. പെട്ടെന്ന് ബോധം തെളിഞ്ഞതുപോലെ രാഘവൻ വീടിന്റെ ഉള്ളിലോട്ട് കയറി. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയത്തെയും അന്നയെയും കണ്ടപ്പോൾ അയാളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു. താൻ ചെയ്ത തെറ്റുകൾ അയാൾക്ക് ബോധ്യമായി. പിറ്റേന്ന് മുതൽ രാഘവൻ മദ്യം പൂർണ്ണമായി ഉപേക്ഷിച്ചു. പള്ളിയിൽ പോയി കുമ്പസാരിക്കുകയും പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം സന്തോഷം നിറഞ്ഞ ആ വീടിന്റെ ചുവരിൽ ഒരു ചിത്രം തൂക്കിയിരുന്നു. ആ രാത്രി തന്നെ കൈപിടിച്ച് നടത്തിയ ആ അപരിചിതന്റെ ചിത്രം. അതെ, സ്നേഹനന്ദനായ ഈശോയുടെ ചിത്രമായിരുന്നു അത്. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ ഏത് ഇരുണ്ട ജീവിതത്തിലും ദൈവിക പ്രകാശം കടന്നു വരും. അതിനായി നാം ക്ഷമയോടെ കാത്തിരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ നമുക്കിനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.